അങ്ങനിപ്പോൾ നമ്മുടെ മാർവലിലെ വില്ലനും നായകനുമായ ലോക്കി കാരണം ഭൂമിയും മറ്റ് ഗ്രഹങ്ങളുമെല്ലാം നശിച്ചുപോയ ഒരു കഥയുണ്ട്. അപ്പോൾ നമുക്ക് ആ കഥയിലേക്ക് പോകാം. ഈ ഒരു കഥയിൽ നമ്മുടെ ഇടിമിന്നലിൻ്റെ ദൈവമായ തോർ തൻ്റെ ശത്രുവും അതിശക്തനുമായ യുലിക് എന്ന ട്രോളിനോട് പാതാളങ്ങളുടെ ഇരുട്ടിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ ആയുധമായ മിയോളിനർ ഉപയോഗിക്കാതെ സ്വന്തം കൈകൾ കൊണ്ട് മാത്രമാണ് യുലിക്കിനോട് തോർ ഫൈറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിനിടയിൽ ആരും കാണാതെ അവിടെ ഒളിച്ചു പാത്തു വന്ന നമ്മുടെ ലോക്കി തോർ കാണാതെ പുള്ളിയുടെ മിയോളിനർ എടുത്തുകൊണ്ട് അവിടുന്ന് ടെലിപ്പോർട്ട് ചെയ്ത് രക്ഷപ്പെട്ടു. നോൺ രാജ്ഞിയായ കാർണിലയുടെ കയ്യിൽ നിന്ന് ചില പ്രത്യേക മന്ത്രങ്ങൾ മോഷ്ടിച്ച് ആ മന്ത്രങ്ങളും തൻ്റെ ശക്തിയും ഒന്നിപ്പിച്ച് യോഗ്യരായവർക്ക് മാത്രമേ ഈ ചുറ്റിക പൊക്കാൻ കഴിയൂ എന്ന ഓടിൻ്റെ ചുറ്റികയുടെ മേളിലുള്ള മന്ത്രം ഇല്ലാതെയാക്കിയാണ് ലോക്കി ആ മിയോളിനർ എടുത്തത്. അങ്ങനെ ഇപ്പോൾ മിയോളിനർ സ്വന്തമാക്കിയ ലോക്കി അവിടെ നിന്ന് ടെലിപ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഭൂമിയിലേക്കാണ്. ഭൂമിയെ കീഴടക്കാൻ തന്നെയാണ് നമ്മുടെ ലോക്കിയുടെ ലക്ഷ്യം. മാത്രമല്ല, ലോക്കിക്കും തോറിനും അല്ലാതെ വേറെ ആർക്കും ആ മിയോളിനർ എടുത്തു പൊക്കാനും ഇനി സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മിയോളിനറിൻ്റെ ആദ്യത്തെ അവകാശിയായ തൻ്റെ സഹോദരനായ തോറിനെ കൊല്ലാൻ കൂടിയാണ് ഭൂമിയിലേക്ക് ലോക്കി വന്നിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഭൂമിയിലേക്ക് തോർ വന്നാൽ തോറിന് ഒരിക്കലും അവൻ്റെ ദൈവികമായ ശക്തികളോ ഒന്നും ഉണ്ടായിരിക്കില്ല. ഓടിൻ്റെ പണ്ടത്തെ ശാപം കാരണം ഡൊണാൾഡ് ബ്ലേക്ക് എന്ന മനുഷ്യരൂപത്തിൽ മാത്രമേ തോറിന് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഡൊണാൾഡ് ബ്ലേക്ക് എന്ന മനുഷ്യരൂപത്തിൽ നിന്നും തിരികെ ശക്തികൾ തോറിന് ലഭിച്ച് പഴയ രൂപത്തിലാകണമെങ്കിൽ തോറിന് മിയോളിനർ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ തന്നെയും മിയോളിനറിനെയും അന്വേഷിച്ച് തോർ വരുമ്പോൾ തോറിനെ എളുപ്പത്തിൽ കൊല്ലാനാണ് ലോക്കിയുടെ ലക്ഷ്യം. ഭൂമിയിലല്ലാതെ വേറെ ഒരിടത്തും തോറിനെ മിയോളിനർ ഉപയോഗിച്ചു പോലും കൊല്ലുവാൻ തനിക്ക് സാധിക്കില്ല എന്ന് ലോക്കിക്ക് അറിയാം. അങ്ങനിപ്പോൾ അധികം വൈകാതെ ലോക്കിയെ അന്വേഷിച്ച് തൻ്റെ കാമുകിയായ ലേഡി സിഫിൻ്റെ കൂടെ തോർ ഭൂമിയിലേക്ക് വന്നതും അപ്പോൾ തന്നെ തോറിന് പവേഴ്സ് എല്ലാം നഷ്ടപ്പെട്ട് ഡൊണാൾഡ് ബ്ലേക്ക് എന്ന മനുഷ്യരൂപത്തിൽ തോർ ആവുകയാണ്. മിയോളിനർ പൊക്കുവാനായി ലോക്കി മന്ത്രങ്ങൾ മോഷ്ടിച്ച കാർണിലയുടെ സഹായത്താൽ ഒരു പോർട്ടൽ വഴിയാണ് ലേഡി സിഫും തോറും ഭൂമിയിൽ വന്നത്. അങ്ങനെ ഭൂമിയിൽ വന്ന തോറും ലേഡി സിഫും ലോക്കി അന്വേഷിച്ചു കൊണ്ടിരിക്കെ പെട്ടെന്ന് തോറിൻ്റെ മിയോളിനറിനെ ഒരു കൂർത്ത കമ്പ് കഷ്ണത്തിൻ്റെ രൂപത്തിലാക്കി മാറ്റി അതുപയോഗിച്ച് മനുഷ്യരൂപത്തിലുള്ള തോറിൻ്റെ ഹൃദയം പുറകിൽ നിന്ന് തുളച്ച് തോറിനെ കൊന്നുകളയുകയാണ് നമ്മുടെ ലോക്കി. അങ്ങനെ തോറിനെ കൊന്നതിന് ശേഷം തൻ്റെ നേരെ വാളുമായി വന്ന ലേഡി സിഫിനെയും തൻ്റെ പവേഴ്സ് ഉപയോഗിച്ച് ലോക്കി കൊന്നുകളയുകയാണ്. അങ്ങനെ മരിച്ചു കിടക്കുന്ന തോറിനോട്, നീ യുദ്ധത്തിൽ മരിക്കാത്തതുകൊണ്ട് നിന്റെ ആത്മാവ് വാൽഹാല എന്ന സ്വർഗത്തിലേക്ക് പോകില്ല എന്നും പകരം തൻ്റെ മകളായ ഹെലയുടെ അധികാരത്തിലുള്ള നരകത്തിലേക്ക് നീ പോകുമെന്നും അവിടെ നിന്റെ ആത്മാവ് എൻ്റെ മകളായ ഹെലയുടെ അടിമയായിരിക്കുമെന്നും ഇതെൻ്റെ മകൾക്ക് അച്ഛനായ ഞാൻ കൊടുക്കുന്ന സമ്മാനമാണെന്നും പറഞ്ഞ് തോറിൻ്റെ ഹൃദയത്തിൽ കുത്തി നിർത്തിയിരിക്കുന്ന കമ്പിൻ്റെ രൂപത്തിലുള്ള മിയോളിനർ വലിച്ചെടുത്ത് വളരെയധികം സന്തോഷിക്കുകയാണ് ലോക്കി. പക്ഷേ ഇപ്പോൾ നടന്ന ഈ കാര്യങ്ങളെല്ലാം ഓടിനറിഞ്ഞാൽ ഓടിൻ തന്നെ കൊല്ലുമെന്ന് അറിയാവുന്ന ലോക്കി ഈ കാര്യങ്ങളെല്ലാം ഓടിൻ അറിയുന്നതിന് മുമ്പ് ഓടിനെ വകവരുത്തി ആസ്ഗാർഡിനെയും 9 റിലംസിനെയും കീഴടക്കുവാൻ ലോക്കി തീരുമാനിക്കുകയാണ്. പക്ഷെ അതിനു മുമ്പ് വേറെ ചില കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർക്കുവാൻ ലോക്കി തീരുമാനിക്കുകയാണ് ഇപ്പോൾ. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ തോറിനെയും ലേഡി സിഫിനെയും കൊന്ന ലോക്കി ഇപ്പോൾ നേരെ ചെല്ലുന്നത് മിയോളിനർ എടുത്ത് പൊക്കുവാനായി താൻ മന്ത്രങ്ങൾ അടിച്ചു മാറ്റിയ കാർണിലയുടെ കൊട്ടാരത്തിൻ്റെ അടുത്തേക്കാണ്. താൻ മന്ത്രങ്ങൾ അടിച്ചു മാറ്റിയത് തിരിച്ചറിഞ്ഞ് മിയോളിനറിനെ തനിക്ക് പൊക്കാൻ പറ്റാത്ത രീതിയിൽ കാർണില മാറ്റുമെന്ന് അറിയാവുന്നത് കൊണ്ട് കാർണിലയെ കൊല്ലുവാനാണ് ലോക്കി അവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ അധികം വൈകാതെ കാർണില ലോക്കിയുടെ കയ്യിൽ നിന്ന് മിയോളിനർ തിരിച്ചെടുക്കാനുള്ള മന്ത്രവാദങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ അത് മനസ്സിലാക്കിയ ലോക്കി തൻ്റെ കയ്യിലുള്ള മിയോളിനർ വളരെ ശക്തമായി കാർണിലയുടെ കൊട്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ് ആ കൊട്ടാരം നശിപ്പിച്ച് കളയുകയാണ്. അങ്ങനെ തകർന്നുപോയ ആ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ കാർണില മരണപ്പെട്ടു പോവുകയാണ്. അങ്ങനെ മിയോളിനറിനെയും തന്നെയും വേർപെടുത്തുവാൻ ഇനി ആർക്കും സാധിക്കില്ല എന്ന് ഓർത്ത് ലോക്കി സന്തോഷിക്കുകയാണ്. അധികം വൈകാതെ തന്നെ തൻ്റെ വളർത്തച്ഛനായ ഓടിനെ കൊന്ന് ആസ്ഗാർഡിനെയും 9 റിലംസിനെയും കീഴടക്കുവാനുള്ള മറ്റു വഴികൾ ലോക്കി ഇപ്പോൾ ആലോചിക്കുകയാണ്. തോർ മരിച്ചുവെങ്കിലും അർദ്ധസഹോദരനായ ബാൾഡർ ഇപ്പോഴും ജീവനോടെ ആസ്ഗാർഡിൽ ഉള്ളതുകൊണ്ട് ബാൾഡറിനെയും കൊല്ലാൻ ലോക്കി തീരുമാനിക്കുകയാണ്. അങ്ങനെ ഒരു പ്രത്യേക പുല്ല് തൻ്റെ മാന്ത്രിക ശക്തികളാൽ ഒരു ചെറിയ കുന്തത്തിൻ്റെ രൂപത്തിലാക്കി മാറ്റി ആരും കാണാതെ ആസ്ഗാർഡിലേക്ക് ചെന്ന് മറിഞ്ഞു നിന്ന് ആ കുന്തമെറിഞ്ഞ് ബാൾഡറിനെ ലോക്കി കൊന്നുകളഞ്ഞ് അവിടുന്ന് രക്ഷപ്പെടുകയാണ്. അങ്ങനെ അധികം വൈകാതെ ആസ്ഗാർഡിനെ തനിക്കിനി കീഴടക്കുവാനായി വലിയൊരു സൈന്യത്തെ തയ്യാറാക്കുവാൻ ലോക്കി തീരുമാനിക്കുകയാണ്. അങ്ങനെ ആദ്യം ഓടിൻ ഒരിടത്ത് തടവിലാക്കി ഇട്ടിരിക്കുന്ന തൻ്റെ മകനായ ഫെൻറിസ് വോൾഫ് എന്ന വലിയ ചെന്നായയെ തടവിൽ നിന്ന് ലോക്കി മോചിപ്പിക്കുകയാണ്. അവിടെ ആകാശത്തിൽ കൂടെ പറന്നുകൊണ്ടിരുന്ന ഓടിൻ്റെ ചെവിയിൽ 9 റിലംസിലെയും വാർത്തകൾ എത്തിക്കുന്ന ഓടിൻ്റെ 2 കാക്കകളെ കണ്ട ലോക്കി അപ്പോൾ തന്നെ തൻ്റെ മിയോളിനറിലെ ഇടിമിന്നൽ ഉപയോഗിച്ച് ആ കാക്കകളെ കൊന്നുകളയുകയാണ്. എന്നിട്ട് തൻ്റെ മകനായ ഫെൻറിസ് വോൾഫിനെ ഓടിനെ കൊല്ലാനായി ലോക്കി ആസ്ഗാർഡിലേക്ക് അയക്കുകയാണ്. മാത്രമല്ല, മിയോളിനറിൻ്റെ ശക്തി ഉപയോഗിച്ച് തൻ്റെ പല ക്ലോൺസിനെ ഉണ്ടാക്കി ആസ്ഗാർഡിൻ്റെ ശത്രുക്കളായ ഫ്രോസ്റ്റ് ജയൻസ്, സർട്ടാർ, തൻ്റെ മകളായ ഹെല, മിഡ്ഗാർഡ് സർപ്പൻറ്റ്
അങ്ങനെ എല്ലാവരുടെയും അടുത്തേക്ക് അയച്ച് തൻ്റെ കൂടെ ആസ്ഗാർഡിനെ കീഴടക്കുവാൻ ലോക്കി വിളിച്ചു കൂട്ടുകയാണ്. ഇപ്പോൾ ഹെലയുടെ അടിമയായി ഹെലയുടെ കൂടെ നമ്മുടെ തോറിൻ്റെ ആത്മാവുമുണ്ട്. അങ്ങനെ അധികം വൈകാതെ ആസ്ഗാർഡിൻ്റെ കാവൽക്കാരനായ ഹെമിഡാലിനെ കൊന്ന് ആസ്ഗാർഡിൻ്റെ ഉള്ളിലേക്ക് തൻ്റെ സൈന്യത്തെയുമായി ലോക്കി രാജ്യം കീഴടക്കുവാൻ വന്നിരിക്കുകയാണ്. ആ യുദ്ധത്തിൽ അവിടെയുള്ള കുറേ പാവം ജനങ്ങളും സൈനികരുമെല്ലാം പെട്ടെന്ന് മരണപ്പെട്ടു പോവുകയാണ്. മാത്രമല്ല കൊട്ടാരത്തിനുള്ളിൽ പുറത്തെ ബഹളങ്ങളൊന്നും അറിയാതിരിക്കുന്ന ഓഡിൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് തൻ്റെ മകനായ ഫെൻറിസ് വോൾഫിനെയും കൊണ്ടുവന്ന് ഓഡിനെ അറ്റാക്ക് ചെയ്യുകയാണ് നമ്മുടെ ലോക്കി. പെട്ടെന്നുണ്ടായ ആ അറ്റാക്കിൽ ഫെൻറിസ് വോൾഫിനോടും ലോക്കിയോടും പിടിച്ചു നിൽക്കുവാൻ ഓഡിന് സാധിച്ചില്ല. ഫെൻറിസ് വോൾഫ് ഓഡിനെ പച്ചയ്ക്ക് തിന്നു കളയുകയാണ്. അങ്ങനെ ഓഡിനെ കൊന്ന് ആസ്ഗാർഡിനെ സ്വന്തമാക്കിയതിൻ്റെ സന്തോഷത്തിൽ ലോക്കി വളരെയധികം സന്തോഷിച്ച് നിൽക്കുമ്പോഴാണ് ഒരു വലിയ കാര്യം കണ്ട് ലോക്കി ഞെട്ടിപ്പോകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ലോക്കിയുടെ കൂടെ വന്ന സർട്ടാർ ഇപ്പോൾ തൻ്റെ യഥാർത്ഥ ജോലി അവിടെ ചെയ്യാൻ തുടങ്ങുകയാണ്. ആസ്ഗാർഡിനെയും 9 റിലംസിനെയും മുഴുവൻ നശിപ്പിച്ച് ഇല്ലാതെയാക്കുവാനാണ് സർട്ടാറിൻ്റെ ശരിയായ ഉദ്ദേശം. അതിനുവേണ്ടിയാണ് സർട്ടാർ അവിടെ ശരിക്കും വന്നത്. ഇപ്പോൾ സർട്ടാറിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കിയ ലോക്കി മിയോളിനർ ഉപയോഗിച്ച് സർട്ടാറിനെ നേരിടുവാൻ നോക്കിയെങ്കിലും സർട്ടാറിനെ തോൽപ്പിക്കുവാൻ ലോക്കിക്ക് സാധിച്ചില്ല. പക്ഷേ തൻ്റെ മിയോളിനറിൻ്റെ ഉള്ളിലെ മുഴുവൻ പവേഴ്സും പുറത്തെടുത്ത് സർട്ടാറിനെ കൊല്ലുവാനായി ലോക്കി പോയതും ആ മിയോളിനറിൽ നിന്നുമുള്ള വലിയ തോതിലുള്ള എനർജിയിൽ പിടിച്ചു നിൽക്കുവാൻ ലോക്കിക്ക് പോലും സാധിച്ചില്ല. മാത്രമല്ല അതിനിടയിൽ സർട്ടാർ തൻ്റെ വാള് ഉപയോഗിച്ച് ലോക്കിയെ കൊന്നുകളഞ്ഞു. ശരിക്കും തോറിനല്ലാതെ മറ്റാർക്കും സർട്ടാറിനെ നശിപ്പിക്കുവാൻ കഴിയില്ലായിരുന്നു. മരിക്കുന്നതിന് മുമ്പ് ആ ഒരു കാര്യം ലോക്കിയോട് സർട്ടാർ പറഞ്ഞിരുന്നു. അങ്ങനെ ലോക്കിയെ കൊന്ന സർട്ടാർ ഇപ്പോൾ തൻ്റെ ട്യൂലൈറ്റ് വാൾ എന്ന വാള് ആസ്ഗാർഡിലേക്ക് ആഴത്തിലിറക്കി ആസ്ഗാർഡ് ഭൂമിയും ഉൾപ്പെടെയുള്ള 9 ലോകങ്ങളും അഥവാ 9 റിലങ്ങളും ആ പ്രപഞ്ചം മുഴുവനായും സർട്ടാർ പൂർണ്ണമായി നശിപ്പിക്കുകയാണ്. അങ്ങനെ ലോക്കി കാരണം എല്ലാം നശിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പ്രപഞ്ചത്തിൽ ജീവൻ്റെ ഒരു തുടിപ്പ് പോലുമില്ല, ദൈവങ്ങളില്ല, മനുഷ്യരില്ല, ആരുമില്ല. അങ്ങനെ എല്ലാം അവസാനിച്ചിരിക്കുകയാണ്. ചുരുക്കത്തിൽ തൻ്റെ സ്വാർത്ഥതയും അധികാരമോഹവും കാരണം ലോക്കി ആദ്യം തോറിനെ കൊന്നു. എന്നാൽ ആ കൊലപാതകം വഴി ലോക്കി സ്വന്തം മരണവും ലോകാവസാനവും എരന്നു വാങ്ങുകയായിരുന്നു എന്ന വലിയൊരു തിരിച്ചറിവിലാണ് ഈ കഥ അവസാനിക്കുന്നത്. പക്ഷെ കഥ അവസാനിക്കുന്നതിന് മുമ്പ് ആ ഇരുട്ടിൽ തോറിൻ്റെ മിയോളിനറിൻ്റെ ഉള്ളിൽ നിന്ന് അതിശക്തമായ ഒരു മിന്നൽ പുറത്തേക്ക് വരികയാണ്. ആ മിന്നലിൽ നിന്നും ഊർജത്തിൽ നിന്നും ഒരു പുതിയ പ്രപഞ്ചം ജനിക്കുകയാണ്. അവിടെ ആ പ്രപഞ്ചത്തിൽ പുതിയ ജീവൻ്റെ തുടിപ്പുകൾ ഇനിയും ഉണ്ടാകും. അവിടെയും ഒരു ലോക്കി ജനിക്കുമായിരിക്കും. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്.